സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിന് തുടക്കമായി. കുണിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. സമൂഹത്തിന് ആത്മീയ ചൈതന്യം പകർന്ന 100 വർഷങ്ങളുടെ സ്മരണകളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിന് കുണിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ ഉജ്ജ്വലമായ തുടക്കമായി. സൗദി അറേബ്യ, ഇറാഖ്, മൊറോക്കോ, ഈജിപ്ത്, ശ്രീലങ്ക തുടങ്ങി 10ഓളം രാജ്യങ്ങളിൽ നിന്നും അജ്മീർ, ഹസ്രത്ത് നിസാമുദ്ദീൻ, ഹൈദരാബാദ് തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുമായി എത്തിച്ച 100 പതാകകളാണ് സമ്മേളനവേദിയിൽ ഒരേ സമയം ഉയർത്തിയത്. പ്രധാന പതാക സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉയർത്തി. സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ 100ാം വാർഷികം എന്ന ചരിത്ര സംഭവത്തിനാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളീയ ഉമ്മത്ത് ഏറെ ആഗ്രഹിച്ച ഒരു ദിനമാണ് ഇന്ന് നമുക്കറിയാം. ഇവിടെ വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ സംസാരം വെറും വാക്കുകളിലൂടെ ആവില്ല, ഹൃദയത്തിൽ നിന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ഈ ഉദ്ഘാടന വേദിയിൽ നമുക്ക് ഈ സദസ്സിനോട് സംവദിക്കുവാൻ സാധിക്കും. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പന്തലിൽ വന്ന് നിറഞ്ഞ് നിൽക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ ഓർക്കുകയായിരുന്നു, ഒരു 1/4 നൂറ്റാണ്ട് മുമ്പത്തെ ചില ഓർമ്മകളാണ്. അന്ന് വാദിനൂർ എന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ദശവാർഷിക സമ്മേളനം കുറ്റിപ്പുറത്ത് നിളാതീരത്ത് നടന്നിരുന്നു. അന്ന് ഇതുപോലെയുള്ള സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് വിദ്യാർത്ഥി സംഘടനയാണല്ലോ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ PP ഉമർ മുസ്ലിയാർ, സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളും പോഷക സംഘടനാ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പതാകകൾ ഉയർത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.